വാക്ക് വർത്തി ഓഫ് ദ കോളിംഗ്, വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുവിൻ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഈ നമ്മുടെ ചിന്തകളുടെ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് ദൈവം നമ്മെ വിളിച്ചത് എങ്ങനെയാണ്. പേർ ചൊല്ലി അവിടുന്ന് നമ്മെ വിളിച്ചു. ദൈവം എങ്ങനെ വിളിച്ചു എന്നതിന് ബൈബിൾ നൽകുന്ന ഒരു ഉത്തരം കൂടെ ഇന്ന് പകലിൽ നമുക്ക് ചില മിനിറ്റുകൾ കൊണ്ട് ചിന്തിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. ഗലേഷ്യൻസ് 1:6 ഫസ്റ്റ് പാർട്ട്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ. ദൈവം എങ്ങനെയാ നമ്മെ വിളിച്ചത്? ഗ്രേസ് ഇൻ ദ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കൃപയാൽ കർത്താവ് നമ്മെ വിളിച്ചു. ഹല്ലേലൂയ. ഒന്ന്, നമ്മൾ കണ്ടു, പേർ ചൊല്ലി ദൈവം വിളിച്ചു. 2, നമ്മളിവിടെ കാണുന്നു, ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മെ വിളിച്ചു. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യത നോക്കിയാൽ, നമ്മുടെ പാരമ്പര്യം നോക്കിയാൽ, നമ്മുടെ സ്വഭാവം നോക്കിയാൽ, ആദാമ്യ സ്വഭാവമുള്ള നമ്മെ ദൈവത്തിന് വിളിക്കാനായിട്ട് ഒരു കാരണവും കാണാനായിട്ട് കഴിയില്ല. എന്നാൽ ദൈവം നമ്മെ വിളിച്ചതിന്റെ കാരണം നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. അതിന് പൗലോസ് അപ്പോസ്തലൻ തനിക്ക് ലഭിച്ച ആത്മീയ വെളിപ്പാടിൽ നൽകിയിരിക്കുന്ന പേരാണ് ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മെ വിളിച്ചിരിക്കുന്നു. വേറെ ഒരു കാരണവും കണ്ടെത്താൻ പറ്റുന്നില്ല. നമ്മുടെ രൂപം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ധനം എന്ന് വേണ്ട എന്ത് കാരണം എടുത്തു വെച്ചാലും ഇതൊന്നും ദൈവം നമ്മെ വിളിക്കാൻ യോഗ്യതയായി പരിഗണിക്കാൻ കഴിയുകയില്ല. പിന്നെ എന്തുകൊണ്ട് വിളിച്ചു? ആലോചിച്ചാലും ഉത്തരം കിട്ടുകയില്ല. ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയ ഉത്തരമാണ്, ദൈവം വിളിച്ചതിന്റെ അടിസ്ഥാനം ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിന്റെ കൃപയാൽ ദൈവം നമ്മെ വിളിച്ചു. ഹല്ലേലൂയ. ഈ കൃപ എന്നുള്ള പദം ബൈബിളിൽ ധാരാളമായി ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് വൈകിട്ട് നമുക്ക് ബൈബിൾ സ്റ്റഡി സെഷൻ ഉണ്ടല്ലോ. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മൾ ഒന്നുകൂടെ ഈ വിഷയത്തെ ചിന്തിക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ ഇപ്പോ ഒത്തിരി അതിനെ വിശദീകരിക്കുന്നില്ല. എന്നാൽ കൃപ എന്നുള്ള വാക്കിന് നൽകുന്ന ഡെഫിനിഷൻ, അല്ലെങ്കിൽ പൊതുവെ നൽകുന്ന നിർവചനം, യോഗ്യതയില്ലാത്തിടത്ത്, അർഹതയില്ലാത്തിടത്ത് നൽകുന്ന സമ്മാനം, ദാനം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഗിഫ്റ്റ്, അൺമെരിറ്റ് ആയിട്ട്, നമ്മുടെ മെരിറ്റ് ഒന്നും നോക്കാതെ നൽകുന്ന ഗിഫ്റ്റാണ് കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മെരിറ്റ് എന്തെങ്കിലും നോക്കിയെങ്കിൽ നമ്മെ ദൈവം വിളിക്കത്തില്ലായിരുന്നു. ഈ ലോകത്തിൽ നമ്മെ ഏതെങ്കിലും സ്ഥാനത്ത് എത്തിക്കുന്നത്, ഏതെങ്കിലും പദവികളിൽ എത്തിക്കുന്നതിനൊക്കെ മാനദണ്ഡം നമ്മുടെ കഴിവാണ്. പല സ്വാധീനങ്ങൾ അതിന്റെ പിന്നിലുണ്ടാകും. പല പദവികളിലും എത്തിച്ചേരുന്നവർക്ക് പല സവിശേഷമായ പ്രത്യേകതകളും ഉണ്ടാകും. ഇത് ലോകത്തിന്റെ മാനദണ്ഡമാണ്. ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ ആ കുട്ടി അക്കാഡമിക്കലി സൗണ്ടാണ്, നല്ല മിടുക്കനാണ്, മിടുക്കിയാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അങ്ങനെ എല്ലായിടത്തും മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്ഥാനങ്ങൾ അലങ്കരിക്കാനായിട്ട് അവരോധിക്കുമ്പോൾ, ഏൽപ്പിക്കുമ്പോൾ, നിർത്തുമ്പോൾ ദൈവം നമ്മെ വിളിച്ചതിന് ഒരു യോഗ്യതയും പറയാനില്ല. ഇത് കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് പറയുന്ന ഒരു ചിന്ത മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. നാം അതുകൊണ്ട് ഞെളിയരുത് എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കരുത്. മലയാളത്തിൽ ഞെളിയരുത് എന്നുള്ള പദമാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. വളരെ നാടൻ ശൈലിയിലാണ് ആ പദം എഴുതിയിരിക്കുന്നത്. കൂടുതൽ ഞെളിയരുതെന്ന് നമ്മൾ പറയത്തില്ലേ, ആ പദമാണ് മലയാളം ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അഹങ്കരിക്കരുത്. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഞാന് ഏതെങ്കിലും വിധത്തിൽ, ഏതെങ്കിലും സ്ഥാനത്ത് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നെങ്കിൽ അത് എന്റെ യോഗ്യത നോക്കി ആക്കിയതല്ല, ദൈവം കൃപയാൽ എന്നെ ആക്കി വച്ചിരിക്കുന്നതാണ്. ഈ സ്നേഹം, കടപ്പാട്, കൃതജ്ഞത ദൈവത്തോട് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. എന്നെ വിളിച്ചത് കൃപയാലാണ്, എന്നെ തെരഞ്ഞെടുത്തത് കൃപയാലാണ്, എന്നെ ഈ സ്ഥാനത്താക്കിയിരിക്കുന്നത് കൃപയാലാണ്. അവിടെ ക്രിസ്തുവിന്റെ കൃപ എന്ന പദം ഈ ഗലാത്യ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ക്രിസ്തുവിന്റെ കൃപ. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാനും തങ്ങൾക്ക് തങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടാനും സൽപ്രവൃത്തികൾ, കർമ്മങ്ങൾ, യാഗങ്ങൾ, ഉത്സവങ്ങൾ, അതുപോലുള്ള ലേവ്യ ആചാരങ്ങൾ, ലെവൈറ്റ്
റൂൾസ്, ലോസ് ഒക്കെ, റിച്വൽസ് ഒക്കെ ചെയ്തു പോന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അവയ്ക്കൊന്നും അവരെ രക്ഷിക്കാൻ, അവരെ നീതീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. പൗലോസ് അപ്പോസ്തലൻ ഒരു യഹൂദനായിരുന്നു. ഈ ന്യായപ്രമാണത്തിന്റെ ഓരോ കാര്യങ്ങളും കർമ്മങ്ങളും നന്നായി പഠിക്കുകയും ആചരിക്കുകയും ധൈര്യത്തോടെ നിന്നുകൊണ്ട് ഞാൻ അതൊക്കെയും ചെയ്തു പോന്ന വ്യക്തിയാണെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ തന്റെ പാപത്തിന് പരിപൂർണമായ പരിഹാരം അവയ്ക്കൊന്നും നൽകാൻ കഴിഞ്ഞില്ല. ഒരു താൽക്കാലിക പ്രതിശാന്തി, തൽക്കാലം മനസ്സിനൊരു ആശ്വാസം, അതിനപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരം ഇവയ്ക്കൊന്നും നൽകാൻ കഴിയുന്നില്ല എന്ന് താൻ തിരിച്ചറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. ദൈവവചനത്തിലൂടെയും തിരുവെഴുത്തുകളിലൂടെയും തനിക്കത് ബോധ്യമായി. പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ എന്ന് ചോദിച്ചാൽ, വരുവാനിരിക്കുന്ന വലിയൊരു പരമയാഗത്തിലേക്ക്, അതിലേക്ക് വഴികാട്ടുന്ന, അതിലേക്ക് വെളിച്ചം വീശുന്ന, അതിലേക്ക് നയിക്കുന്ന, അതിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഷാഡോ, ഒരു നിഴലായിരുന്നു ഈ പഴയ നിയമത്തിലെ കർമാചാരങ്ങളും യാഗങ്ങളും എന്ന് തനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതൊക്കെയും ക്രിസ്തുവിലേക്ക് തന്നെ നയിച്ചു. ക്രിസ്തുവിലുള്ള കൃപ താൻ തിരിച്ചറിഞ്ഞപ്പോൾ, അനുഭവിച്ചറിഞ്ഞപ്പോൾ, ഇനിയൊരു യാഗത്തിന്റെ ആവശ്യമില്ലാതെ, ഇനിയൊരു കർമ്മത്തിന്റെ ആവശ്യമില്ലാതെ സൗജന്യമായി ദൈവം തന്നെ നീതീകരിക്കുന്നത് വിശ്വാസത്തോടെ തനിക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ! നാമം പ്രാപിച്ചിരിക്കുന്ന ഈ രക്ഷയ്ക്ക് നിദാനം ദൈവത്തിന്റെ സൗജന്യമായ കൃപയാണ്. അതുകൊണ്ട് നമുക്ക് ഞെളിയാതെ ഭയപ്പെടാം, ദൈവത്തെ കൂടുതലായി സ്നേഹിക്കാം. ഹല്ലേലൂയ! ഈ ഗലാത്യ ലേഖനം 1:6 അപ്പോസ്തലനായ പൗലോസ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ കൃപ, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട്, വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. എന്താ അതിന്റെ അർത്ഥം? അവര് ദൈവം തങ്ങളെ വിളിച്ചത് കൃപയാലാണെന്ന് തിരിച്ചറിഞ്ഞവരാണ്, അനുഭവിച്ചറിഞ്ഞവരാണ്. പക്ഷേ ജീവിതത്തിൽ ചില സമ്മർദ്ദങ്ങൾ വന്നപ്പോൾ, ചില പ്രലോഭനങ്ങൾ വന്നപ്പോൾ, ചില വ്യത്യസ്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ ഈ കൃപയാലുള്ള വിളിയെ അവർ മറന്നു കളഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കാതിരിക്കാൻ നാം സൂക്ഷിച്ചു കൊള്ളണം. സാഹചര്യങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റരുത്, കൃപയിൽ നിന്ന് അകറ്റരുത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, ഇതൊന്നും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റരുത്. ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ സൗകര്യങ്ങൾ, ഉയർച്ചകൾ, പദവികൾ ഒക്കെ ഉണ്ടായാൽ ദൈവത്തിന്റെ കൃപയെ മറന്നു കളയരുത്, ആ കൃപ വിട്ട് മാറിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം വേറൊരു സുവിശേഷം എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഈ കൃപയാൽ, ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളിയിൽ നിന്ന് ആര് എപ്പോ മറ്റേതിലേക്ക് മാറിയാലും അതിന് കൊടുക്കുന്ന പേരാണ് വേറൊരു സുവിശേഷം. സുവിശേഷത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ കൃപയാണ്. ക്രിസ്തയേശുവിന്റെ ഈ കൃപയിൽ നിന്ന് മറ്റെന്തിലേക്ക് തിരിഞ്ഞാലും അത് വേറൊരു സുവിശേഷമായി മാറും. ഹല്ലേലൂയ! അതിനൊന്നിനും നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവം കൃപയാൽ ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷത്തിനോട് എന്ത് കൂട്ടിയാലും അത് വേറൊരു സുവിശേഷമായി മാറും. എന്ത് കുറച്ചാലും അത് വേറൊരു സുവിശേഷമായി മാറും. കൂട്ടാനും കുറയ്ക്കാനും നമുക്കാർക്കും, ലോകത്തിൽ ആർക്കും അനുവാദമില്ല, അധികാരമില്ല, അവകാശമില്ല. അതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന കൃപയെ സദാ ധ്യാനിച്ചുകൊണ്ട്, ആ കൃപയോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതിൽ നിലനിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മെ പേർ ചൊല്ലി വിളിച്ച ദൈവം നമ്മെ വിളിച്ചത് ക്രിസ്തുവിന്റെ കൃപയാലാണ്. ഗ്രേസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള ഈ കൃപയ്ക്ക് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റി അതിൽ നിലനിൽക്കാം. ഈ തിരുവെഴുത്ത് നമ്മിൽ അധികമായി വിശ്വാസത്തിന്റെ വർധനവിന് ഉതകട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.